ഒരു ജോലിക്കാരൻ, ഒരു ടീച്ചർ, പ്രൊഫസർ, അങ്ങനത്തെ ഒരാൾ, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, ഇവരൊക്കെ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ പിറ്റേ ദിവസം തൊട്ടിട്ട് അവരവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും. ഇത് ഭയങ്കര അപകടം പിടിച്ച സംഭവമാണ്. എന്താണ് ശരിക്കും ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുന്നത്? എന്താണ്? വളരെ ഒരു നെഗ്ലക്റ്റഡ് അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഉറക്കം. ഉറക്കം കുറഞ്ഞു വന്നാൽ ബ്രെയിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ഈ ഫോണിൻ്റെ യൂസേജ് നമ്മുടെ കാലയളവിൽ കൂടി വന്നത് കോവിഡിൻ്റെ കാലത്താണ്. പിന്നീട് കോവിഡൊക്കെ പോയി തിരിച്ച് നോർമലായി വന്നപ്പോൾ കുട്ടികളിൽ ചെറുപ്പത്തിലെ ഫോൺ ഉപയോഗിച്ച് അമിതമായിട്ടുള്ള യൂസ് വന്നപ്പം പ്രശ്നമായി. ഏതൊക്കെയാണ് ബ്രെയിനിനെ ബാധിക്കുന്ന മേജറായിട്ടുള്ള അസുഖങ്ങൾ? യങ് സ്ട്രോക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ നമ്മൾ ആ യങ്ങർ പോപ്പുലേഷൻ ഇപ്പോൾ ഒരു 40-ലും 60-ലും ഇടയിൽ ഇപ്പോൾ ഇത് വരുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ എപ്പോഴും നമ്മൾ കെയർഫുൾ ആവണം. ചിലപ്പോൾ അവരിങ്ങനെയാ പറയണുണ്ടാവുക ലക്ഷണങ്ങൾ, പക്ഷേ യഥാർത്ഥമായിട്ട് അവർക്ക് തലച്ചോറിൽ രക്തോട്ടം കുറയുമ്പോഴാവും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വരിക. നമസ്കാരം. ഞരമ്പ് രോഗം എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ന്യൂറോളജി പ്രശ്നങ്ങൾ ഏതു പ്രായത്തിലും വരാം. എന്താണ് ന്യൂറോളജി രോഗങ്ങൾ? നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനായി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിദഗ്ധരായ ന്യൂറോളജിസ്റ്റുകളാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ഡോക്ടർ ജോ ജേക്കബ്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്; ഡോക്ടർ മേരി ആൻ പൂവത്തിങ്കൽ, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്; ഡോക്ടർ ശ്രീനാഥ് രാജീവൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഈ ന്യൂറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് ഈ ന്യൂറോളജിസ്റ്റ്? എന്തൊക്കെ രോഗങ്ങളാണ് ചികിത്സിക്കുന്നത്? ബ്രെയിൻ അഥവാ തലച്ചോറ്, ബ്രെയിനിനോട് സംബന്ധിച്ചിട്ടുള്ള നെർവുകൾ, ശരീരത്തിൽ മുഴുവനുള്ള നെർവുകൾ, തണ്ടൽ, അതായത് സ്പൈനൽ കോഡ് ഉള്ള തണ്ടൽ, ഇതിൻ്റെ എല്ലാം അസുഖങ്ങളെ പറ്റി ചികിത്സിക്കുന്ന ഡോക്ടർമാരെയാണ് ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ ഞരമ്പ് രോഗം അത്രത്തോളം ഗുരുതരാണോ? എന്നുവെച്ചാൽ അത് ഏത് തരം രോഗം വന്നു എന്നനുസരിച്ചിരിക്കും. അപ്പോൾ അത് ചിലത് വളരെ മൈൽഡായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിൽ ഡെയിലി ബേസിസിൽ നമ്മൾ കാണുന്ന മൈഗ്രെയിൻ അങ്ങനത്തെയൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പക്ഷേ സാറ് നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനിനെയും നമ്മുടെ നാഡീവ്യൂഹത്തിനെയും ബാധിക്കുന്ന ചില അസുഖങ്ങളുണ്ടാവാം. അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റം കാണുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചികിത്സ തേടേണ്ടി വരും. അപ്പോൾ ആരൊക്കെയാണ് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടത്? നമുക്ക് തന്നെ ഒരു സിംറ്റംസ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് നമുക്ക് വരുന്ന ലക്ഷണങ്ങൾ? പല ലക്ഷണങ്ങളുണ്ട്. അതിൽ കോമൺ ആയിട്ട് നമ്മൾ ഏറ്റവും കോമൺ കാണുന്നത് തലവേദന, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോവുക, തരിപ്പ് വരിക, കാഴ്ചയിൽ പെട്ടെന്ന് ഇരുട്ട് കയറുക, അല്ലെങ്കിൽ മൂത്രത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരിക, പിന്നെ അപസ്മാരം, വിറയൽ, പിന്നെ ഫുള്ളായിട്ട് കൈയും കാലും അനക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ കുറേ ലക്ഷണങ്ങളായിട്ട് വരുമ്പോഴാണ് നമ്മൾ സാധാരണ ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടി വരിക. അത് ഗുരുതരാകുമ്പോഴാണോ, അല്ലെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രശ്നം വരുമ്പോൾ തന്നെ കാണണോ? ശരിക്കും പറഞ്ഞാൽ എത്രയും നേരത്തെ കാണുന്നതാണ് ഭേദം. കാരണം ചില അസുഖങ്ങൾ ട്രീറ്റ്മെൻറ്റ് നേരത്തെ കൊടുത്താൽ റിക്കവറി ഫാസ്റ്റർ ആവും. സോ എപ്പോഴും നമ്മുടെ ഒരു ഡിക്റ്റം എന്താണെന്ന് വെച്ചാൽ, എത്രയും നേരത്തെ ഒരു അസുഖം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ചികിത്സ എത്രയും നേരത്തെ കൊടുത്താൽ റിക്കവറി അതേപോലെ ഭേദം എത്രയും ബെറ്റർ ആവും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ Correct. അല്ലേ? അപ്പം ന്യൂറോളജിയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം നാഡീവ്യൂഹത്തെക്കുറിച്ചും തലച്ചോറിനെ കുറിച്ചുമാണ് നമ്മളെപ്പോഴും ഈ പഠനങ്ങളായാലും ചികിത്സയായാലും. എന്താണ് ശരിക്കും ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുന്നത്? എന്താണ് ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബ്രെയിനിൻ്റെ ആരോഗ്യം. ബ്രെയിനാണ് ശരീരത്തിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഓർഗൻ്റെ ഹെൽത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഹെൽത്ത്, ശരീരത്തിൻ്റെ ഹെൽത്ത് നോക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ബ്രെയിനിൻ്റെ മുഴുവൻ കൺട്രോൾ ശരിയാവണമെങ്കിൽ ആദ്യം ബ്രെയിൻ ശരിയാവണം. ബ്രെയിനിന് പാടുകൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇല്ലാതെ നോക്കണം. അസുഖം വരുന്നതിന് മുമ്പ് തന്നെ തടയണം. അതാണ് ബ്രെയിൻ ഹെൽത്ത്. ബ്രെയിൻ ഹെൽത്ത് എപ്പോൾ മുതൽ നമ്മൾ നോക്കി തുടങ്ങണം? ബ്രെയിൻ ഹെൽത്ത് ചെറുപ്പത്തിലേ നോക്കി തുടങ്ങണം. ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഈവൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ അതിന് ഫോളിക് ആസിഡ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ബ്രെയിനിൻ്റെ ഹെൽത്ത് ആദ്യം ആരംഭിക്കുന്നത്. ബ്രെയിൻ ഉണ്ടായി വരുന്നതിന് മുമ്പ് തന്നെ ബ്രെയിനിന് കേട് വരാണ്ടിരിക്കാനാണ് ഗർഭിണികൾക്ക് ഫോളിക് ആസിഡ് കൊടുക്കുന്നത്. അതൊരു ഉദാഹരണം മാത്രമാണ്. പലരും പറയാറുണ്ട് മാം, ഈ ബ്രെയിൻ ഹെൽത്തിന് വേണ്ടി ഭക്ഷണങ്ങൾ കുറേ സഹായിക്കുന്നു. ഇപ്പം എന്താ പറയുക, ഓർമ്മ കൂട്ടാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സന്തോഷ് ബ്രഹ്മി കഴിക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ബ്രെയിനിൻ്റെ ആരോഗ്യം കൂടുമോ? ബ്രെയിൻ ഹെൽത്ത് നമ്മൾ പറയുന്ന പോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന പല അസുഖങ്ങളും, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ BP ആണെങ്കിലും ഷുഗർ ആണെങ്കിലും അങ്ങനത്തെ അസുഖങ്ങൾ കാരണം ബ്രെയിൻ ഹെൽത്തിനെ ബാധിക്കപ്പെടും. അപ്പോൾ നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് അതായത് ആയുർവേദം എന്നുവെച്ചാൽ അങ്ങനത്തെ എന്നുവെച്ചാൽ മരുന്നുകൾ കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ആന്റി ഓക്സിഡൻസ് അങ്ങനെ അപ്പൊ അതുകൊണ്ടായിരിക്കും നട്ട്സ് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മൾ കറക്റ്റായി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ബ്രെയിനിനെ ബാധിക്കുന്ന അസുഖം അനുസരിച്ച് അതനുസരിച്ച് നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഡയബറ്റീസ് ആണെങ്കിൽ ഡയബറ്റീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഡയബറ്റിക് ഡയറ്റ് നോക്കണം. ഇതുമാതിരി BP ആണെങ്കിൽ പ്രഷർ കുറയാൻ നമ്മൾ സോഡിയം അതായത് ഉപ്പിന്റെ അളവ് കുറയ്ക്കണം. അപ്പൊ ആ രീതിയിലൊന്ന് നോക്കി പോകേണ്ടതാണ്. ബ്രെയിൻ ഹെൽത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട്? മാഡം പറഞ്ഞ പോലെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മളെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഷുഗറും പ്രഷറും. അപ്പോൾ അത് ട്രീറ്റബിൾ അസുഖങ്ങളാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ ബ്ലഡ് ഷുഗർ, ഹൈ ബ്ലഡ് പ്രഷർ ഇത് ബ്രെയിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും, ഇൻഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. അതുപോലെ ഒബീസിറ്റി, അമിതവണ്ണം ഭയങ്കര അപകടമാണ്. പിന്നെ മദ്യപാനം, പുകവലി, വേറെ ലഹരികൾ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ബ്രെയിനിനെ ബാധിക്കും. പിന്നെ വളരെ ഒരു നെഗ്ലക്റ്റഡ് അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഉറക്കം. ഉറക്കം കുറഞ്ഞു വന്നാൽ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് നമ്മൾ ചിലപ്പോൾ ഇപ്പം അത് തിരിച്ചറിയില്ല. അത് ഭാവിയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾക്ക് അറിഞ്ഞു തുടങ്ങാം, ഓക്കെ ഉറക്കം കാരണമാണ് ഞങ്ങൾക്ക് ഈ അസുഖം വന്നത് എന്നുള്ളത്. അതുപോലെ എക്സസീവ് ഫോൺ യൂസേജ് അത് ഇപ്പോഴത്തെ കാലത്തും അതും ബ്രെയിനിന് അധികം നല്ലതല്ല. നമ്മുടെ അറ്റൻഷൻ സ്പാനും ബ്രെയിനിൻ്റെ ഒരു തിങ്കിങ് കപ്പാസിറ്റിയും കുറയ്ക്കുന്നതാണ്. ഓവറോൾ പിന്നെ ഫാറ്റി ഫുഡ് അങ്ങനത്തെ എല്ലാം ബ്രെയിനെ ഇൻഡയറക്ട്ലി എഫക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എക്സസൈസ് ആണ്. എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിന് ഹെൽപ്ഫുൾ ആവും. ഈ ഫോൺ യൂസേജ് ഒക്കെ കുട്ടികളുണ്ടെന്ന് ഫോൺ യൂസേജ് ഒക്കെ ഉണ്ടല്ലോ, അമിതമായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ചെറുപ്പത്തിലേ അങ്ങനെ ചെയ്യുമ്പം ബ്രെയിനിന് അത് തകരാറ് പറ്റുമോ? തകരാറ് പറ്റാം. ഈ ഫോണിൻ്റെ യൂസേജ് നമ്മുടെ കാലയളവിൽ കൂടി വന്നത് കോവിഡിൻ്റെ കാലത്താണ്. കോവിഡിൻ്റെ കാലത്ത് വിദ്യാഭ്യാസം പകുതിയോളം ഫോണിൽ കൂടെ ആയിരുന്നു. അപ്പോൾ അത് നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തുള്ളൊരു പ്രശ്നമായിരുന്നു. പിന്നീട് കോവിഡൊക്കെ പോയി തിരിച്ച് നോർമലായി വന്നപ്പോൾ കുട്ടികളിൽ ചെറുപ്പത്തിലേ ഫോൺ ഉപയോഗിച്ച് അമിതമായിട്ടുള്ള യൂസ് വന്നപ്പം പ്രശ്നമായി. ഇപ്പോൾ കളിക്കാനായിട്ട് കുട്ടികൾ പുറത്ത് പോകുന്നതിന് പകരം ഫോൺ നോക്കിയിരിക്കുമ്പോൾ സാധാരണ ഒരാളിനെ ഉപയോഗിക്കുന്നതിലും കൂടുതൽ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നേരിട്ട് കണ്ണിലേക്ക് അടിക്കുന്ന രശ്മികളുടെ പ്രശ്നം, ഉറക്കം ഉളച്ചിട്ട് ഫോൺ നോക്കുന്നത്, അനാവശ്യമായിട്ട് കളിക്കുന്നത്, ഫോൺ വിളിക്കുന്നതിന് കുഴപ്പമില്ല, വല്ലപ്പോഴും നോക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതല്ല. പലപ്പോഴും ഈ തലച്ചോറിന് ഏൽക്കുന്ന ക്ഷതങ്ങളൊക്കെ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ ഒന്ന് ചെറുതായി മുട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ തടവി കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അമ്മമാരത് മറക്കും. അതൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറുമോ ഭാവിയിൽ? എന്നുവെച്ചാൽ പിൽക്കാലത്തേക്ക് വരാം. പക്ഷെ നമ്മൾ ആ സമയത്ത് എസ്പെഷ്യലി ഇപ്പോൾ ഒരു കുഞ്ഞ് വീണ് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അവർക്ക് അതിന് ശേഷം തലവേദന വരിക, അല്ലെങ്കിൽ മയക്കം പോലെ കാണാം, ചിലപ്പോൾ രണ്ടായിട്ട് കാണാം, വിഷൻ മങ്ങാം, വൊമിറ്റിങ് വരിക, ഛർദി വരിക. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഇഞ്ചുറി കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കാണിക്കുക. അപ്പോൾ അങ്ങനത്തെ സിംറ്റംസ് വരികയാണെങ്കിൽ, മേജർ അടി പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും CT സ്കാനോ എന്തെങ്കിലും ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം മൈൽഡൊക്കെ ആണെങ്കിൽ വേറെ സിംറ്റംസ് ഇല്ലെങ്കിൽ നമുക്കൊന്ന് വാച്ച് ചെയ്തിട്ട് പോവാം. പിന്നെ ഈ സാധാരണ ഈ ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിയുമ്പോൾ റയർലി ഇപ്പം നമ്മളിപ്പോൾ ഒരു അഡൾട്ട് ആയാലും നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി ഇഞ്ചുറി വന്നു കഴിയുമ്പോൾ ആ ബ്രെയിനിൽ ചെറിയൊരു സ്കാർ അഥവാ കല വീണ പോലെ ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് ചിലപ്പോൾ പിന്നീട് ഫിറ്റ്സ് വരാനും അങ്ങനത്തെ ചില സാധ്യതകളുണ്ട്. പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ടി വരും. ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് ചികിത്സകളിലൂടെ? ഒരു കുസൃതി ചോദ്യം പോലെയാണ്. ബ്രെയിനിലൊരു പ്രശ്നം വന്നാൽ കറക്റ്റ് ടൈമിന് ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ കറക്റ്റ് ടൈമിന് ചികിത്സയും കിട്ടിയിട്ടില്ല, മാത്രമല്ല നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റിക്കവറി ഫുള്ളി വരണം എന്നില്ല. പക്ഷെ മാഡം പറഞ്ഞ പോലെ കറക്റ്റ് ടൈമിന് നമ്മളിപ്പോൾ ഒരു ഹെഡ് ഇഞ്ചറി വന്നാൽ നമ്മൾ സ്കാൻ ചെയ്തു, ഇന്ന പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സ കറക്റ്റായിട്ട് കിട്ടിയാൽ റിക്കവറി ഉണ്ടാവും. വേറൊരു ഇത് നമ്മൾ പ്രായം കൂടുന്തോറും ബ്രെയിനിൻ്റെ റിക്കവറി ഹെൽത്തും കുറഞ്ഞു വരും. അത് എല്ലാ ഓർഗൻസിനെയും പോലെ ബ്രെയിനിനും ആ റിക്കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരും. ബ്രെയിനിന്റെ ഐക്യു കൂട്ടാനായിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആക്റ്റീവായിട്ടിരിക്കുക, നമ്മൾ സോഷ്യലി എൻഗേജ് ചെയ്യണം, ആൻഡ് ഹെൽത്തി ഡയറ്റ്, എക്സസൈസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിൻ IQ കൂട്ടാനല്ല, നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവായിട്ട് വെക്കാൻ. IQ കൂട്ടാൻ അങ്ങനെ ഒരു മരുന്നില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ പല ആൾക്കാരും പറയും ബ്രെയിൻ നന്നായിട്ട് യൂസ് ചെയ്യണം, യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ബ്രെയിൻ യൂസ് ചെയ്യുന്നതിൻ്റെ കഥ വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു ജോലിക്കാരൻ, ഒരു ടീച്ചർ, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ, അങ്ങനത്തെ ഒരാൾ, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, ഇവരൊക്കെ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ പിറ്റേ ദിവസം തൊട്ടിട്ട് അവരവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പാവും. ഇത് ഭയങ്കര അപകടം പിടിച്ച സംഭവമാണ്. അപ്പം ബ്രെയിൻ അത്രയും നാൾ നല്ലോണം ഉപയോഗിച്ചിരുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ ഓർമ്മക്കുറവിലേക്കും ഈ ഡിമെൻഷ്യ പോലത്തെ വലിയ ബുദ്ധിമുട്ടുകൾക്കും വന്നു ചേരും. അപ്പം അതുകൊണ്ട് ടീച്ചർമാർ അങ്ങനെ നല്ലോണം ബ്രെയിൻ ഉപയോഗിച്ചിരുന്ന ആൾ, ബാക്കി ആരും ബ്രെയിൻ ഉപയോഗിച്ചിരുന്നതെന്നല്ല, ഇല്ല എന്നല്ല, പക്ഷെ അവരെല്ലാവരും തുടർന്നുകൊണ്ട് പോകണം. വായിക്കുക, അല്ലെങ്കിൽ ചില എക്സസൈസ് ഒക്കെ ഇല്ലേ, സൊഡുക്കു ഒക്കെ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ലോണം വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ബ്രെയിൻ അധികം യൂസ് ചെയ്യുന്നില്ല അല്ലേ? എല്ലാവരും ഈ മൊബൈലിലൊക്കെ യൂസ് ചെയ്ത് അധികം വായനയൊക്കെ ഭയങ്കര കുറവാണ്. അത് പിന്നീട് നമ്മൾ ചെറുപ്പത്തിലേ ശീലിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു വായനാശീലമൊക്കെ തലച്ചോറിനൊരു ബുദ്ധി ഉണ്ടാവുമോ പിന്നീട്? ഇത് പ്രശ്നം വെച്ചാല് നമ്മളിപ്പോ ഈസിലി അവൈലബിൾ എന്റർടൈൻമെന്റ് പോലെയാണ് ഫോൺ നോക്കുമ്പോ. അപ്പൊ അവർക്ക് കാണുന്നത് മാറി മാറി കാണുന്നു. അപ്പൊ അവർക്ക് ബോറടിക്കാനൊരു സന്ദർഭം അവിടെ ഉദിക്കുന്നില്ല. അപ്പൊ പ്രശ്നം എന്താ വെച്ചാല് നമ്മള് ഇത് ഈ പ്രത്യേകിച്ച് ഇൻസ്റ്റയില് മറ്റേ റീൽസ് പോലെയാകുമ്പോ അത് വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ തന്നെ കുറഞ്ഞു പോകും. പക്ഷെ നമുക്ക് ആ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഓട്ടിസം അങ്ങനെയുള്ള കുട്ടികൾ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര്, അപ്പൊ അങ്ങനത്തെ പിള്ളേർ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോഴും നമ്മൾ ഓവർ സ്റ്റിമുലേഷൻ എന്ന് പറയും. അവർക്ക് കൂടുതൽ ഇൻപുട്ട് വരുമ്പോൾ അവർക്ക് അത് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം സ്പാനൊക്കെ കുറയും. അപ്പൊ നമ്മൾ കഴിവതും അത് ഒന്ന് കുറച്ച്, അപ്പൊ അത് ഒരു ഡെഡിക്കേറ്റഡ് സ്ക്രീൻ ടൈം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവറോ 1 അവർ പെർ ഡേ എന്നുള്ളൊരു ചിട്ടയിൽ പോകുന്നത്. ഇപ്പൊ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഏജായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരു 1 അവർ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ പരിശീലിപ്പിച്ച് നിർത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ അറ്റൻഷൻ സ്പാൻ്റെ ഒക്കെ പ്രോബ്ലം കാരണം അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ വന്നുപെടാൻ സാധ്യതയുണ്ട് ഭാവിയിലേക്ക്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞതിൽ ഒരു പ്രത്യേക കാര്യമാണുള്ളത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ ഒരേ കാര്യത്തിലേക്ക് ശ്രദ്ധ അധികം നേരം കേന്ദ്രീകരിക്കാൻ പറ്റാണ്ട് വരും. ഈ ഫോൺ ഉപയോഗിക്കുന്നതിൽ വലിയ പ്രശ്നം അതാണ്. ഒരു കാര്യത്തിൽ കുറച്ചധികം നേരം ശ്രദ്ധിക്കുക, കുറച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് വേറെ കാര്യത്തിലേക്ക് ശ്രദ്ധ മാറിപ്പോകും. അത് അപകടം. അത് ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര അധികമാണ്. അത് റീൽസ് ഇങ്ങനെ ഒരു മിനിറ്റിന്റെ അടുത്തല്ലേ ഉള്ളൂ. അപ്പം റീൽസ് മാത്രമല്ല, ടിവിയുടെ റിമോട്ട് മാറിക്കൊണ്ടിരിക്കും. ഡോക്ടറെ, ഇപ്പോൾ ഈ കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ ബ്രെയിൻ ഹെൽത്തിന് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും? യെസ്, താങ്കൾ പറഞ്ഞ പോലെ ഓൾവേസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ കുട്ടികളിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബ്രെയിൻ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം, ഉറക്കം കറക്റ്റ് ടൈമിന് കിട്ടണം. കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഉറക്കം വരാൻ പാടില്ല. എന്ന് വെച്ചാൽ മണിക്കൂറാണോ കുട്ടികളുടെ ഉറക്കം? ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾ നമ്മൾ 10 hours എന്നാണ് പറയുക. പക്ഷെ 8 മണിക്കൂർ 9 മണിക്കൂർ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ ആഡിക്വറ്റ് ആണ്. ബ്രേക്ക് ആവാൻ പാടില്ല. ചില ഉദാഹരണത്തിന് രാത്രി 10 മണിക്ക് ഉറങ്ങുക, പിന്നെ 4 മണിക്ക് എണീക്കുക, പിന്നെ വീണ്ടും 6 മണിക്ക് ഉറങ്ങുക, അത് ഹെൽപ്ഫുൾ അല്ല. കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടണം. പിന്നെ സ്ക്രീൻ ടൈം ഓൺലി ഇഫ് റിക്വയർഡ് വെക്കണം. പക്ഷെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കും വേണം. പിന്നെ റെഗുലർ ആയിട്ട് അവരെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യണം. ഫുൾ ടൈം സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ആരും പുറത്ത് പോകണില്ല ആക്ടിവിറ്റീസിന്, അത് നല്ലതല്ല. പിന്നെ സോഷ്യലൈസ് ചെയ്യണം കുട്ടികൾ, ബാക്കി കുട്ടികളും ബാക്കി ഏജ് ഗ്രൂപ്പ് ആൾക്കാരായിട്ടും. അതൊക്കെ നമ്മളെ എങ്ങനെയാണ് സ്വഭാവം പഠിപ്പിക്കും. മാത്രമല്ല ബാക്കി ഇൻട്രാക്ഷൻസും നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സോഷ്യൽ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് സെയിം ലോജിക് തന്നെയാണ് അഡൽട്സിനും വരുന്നത്. പക്ഷെ അഡൽട്സിൽ ബാക്കിയുള്ള ഡ്രഗ്സും മദ്യവും പിന്നെ സ്മോക്കിംഗ് ഇതൊന്നും ഡെഫിനറ്റ്ലി ചെയ്യാൻ പാടില്ല. റെഗുലർ എക്സസൈസ് അഡൽട്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഒബീസിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ. അത് 2 രീതിയിലും ചെയ്യണം. നമ്മൾ ഹാർട്ടിന് വേണ്ടിയുള്ള കാർഡിയോ എക്സസൈസും പിന്നെ നമ്മുടെ മസിൽസിന് വേണ്ടിയിട്ടുള്ള ഐസോമെട്രിക് എക്സസൈസസും ചെയ്യണം. ഇതെല്ലാം ബ്രെയിൻ ഹെൽത്തിന് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ സ്ട്രെസ് എങ്ങനെ കട്ട് ഡൗൺ ചെയ്യുക, യോഗ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ മെഡിറ്റേഷൻ, ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് കാമാക്കി വെക്കണം ബ്രെയിനിനെ. കാമാക്കി വെക്കുക. നമ്മൾ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് നമ്മുടെ ബ്രെയിനിൽ. നമ്മുടെ ബ്രെയിൻ ഡിഫോൾട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ഒരു മോഡിൽ എത്തണമെങ്കിൽ നമ്മൾക്ക് ഒരു സ്റ്റിമുലേഷനും പാടില്ല. നമ്മൾ നോർമലായിട്ട് വെറുതെ ക്വയറ്റായി ഇരിക്കുമ്പോൾ ആ നെറ്റ്വർക്കാണ് ഫങ്ഷൻ ചെയ്യണത്. ആ സമയത്താണ് നമുക്ക് നോർമലായിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ മാഡം പറഞ്ഞ പോലെ എക്സ്റ്റേണൽ സ്റ്റിമുലസും അറ്റൻഷനും ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു ഇതും പാടില്ല. ഇനി നമുക്ക് ബ്രെയിനിനെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഏതൊക്കെയാണ് സാർ ബ്രെയിനിനെ ബാധിക്കുന്ന മേജർ ആയിട്ടുള്ള അസുഖങ്ങൾ? മേജറും മൈനറും. ബ്രെയിനിനെ ബാധിക്കുന്ന മെയിനായിട്ടുള്ള അസുഖങ്ങൾ സ്ട്രോക്ക്, അതായത് പക്ഷാഘാതം എന്ന് പറയും, ഒരു സൈഡ് തളർന്നു പോവുക, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അപസ്മാരം, സീഷർ, എപ്പിലെപ്സി എന്ന് പറയുന്നത്. പിന്നെ ഹെഡേക്ക്, സിവിയർ ഹെഡേക്ക്, മൈഗ്രെയിൻ പോലുള്ള. പിന്നെ പാർക്കിൻസൺ പോലത്തെ ഉള്ള അസുഖങ്ങൾ, വേറെ ഉള്ള അസുഖങ്ങൾ.
പിന്നെ മൈഗ്രെയിൻ, തലവേദനകൾ പല ജാതിയുള്ളത്. ഓർമ്മക്കുറവ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതും ഡിമെൻഷ്യ എന്ന് പറയാറുണ്ട്. പല തരത്തിലുള്ളതുണ്ട്. അതിൽ ഉള്ള ഒരു തരത്തിലുള്ള അസുഖത്തിൻ്റെ ഡിമെൻഷ്യയുടെ പേരാണ് അൽസീമർ. ഏറ്റവും കോമൺ ഉള്ള ഡിമെൻഷ്യ അൽസീമർ അല്ല. പല പല തരത്തിലുള്ളതുണ്ട്. അതിൽ ഒരെണ്ണമാണ് അൽസീമർ ഡിമെൻഷ്യ. നമുക്കാദ്യം തലവേദന. മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ വിട്ടുമാറാത്ത തലവേദന എപ്പോഴും ഗുരുതരമാകാറുണ്ട്. പലർക്കും അത് പല രീതിയിലായിരിക്കും. തലവേദനയെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ ശരിക്കും? അപ്പൊ അതാണ് തലവേദനയായിരിക്കും നമ്മൾ ഏറ്റവും ആക്ച്വലി കണ്ടുവരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത്. അത് തലവേദന ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോ നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും. എന്താണ് ഈ തലവേദന അപകടകരമായ രീതിയിലേക്ക് മാറുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കോമൺ ആയി കാണുന്നത് നമ്മൾ എല്ലാവരും ഡെയിലി പറയുന്നത് മൈഗ്രെയിൻ ആണ്. അപ്പോൾ മൈഗ്രെയിൻ ആസ് സച്ച് കുറച്ച് സിംറ്റംസ് ഉണ്ടാവും. അതിപ്പോൾ നമുക്കിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ തലവേദന വരിക, വെയിൽ കൊള്ളുമ്പോൾ വേദന വരിക, ഇതുമാതിരി ഉറക്കമില്ലാണ്ടാവുമ്പോൾ വേദന വരിക, അങ്ങനത്തെ സിംറ്റംസ്. പിന്നെ അത് തലവേദന വരുമ്പോൾ ഛർദി വരിക. അപ്പോൾ അങ്ങനത്തെ മൈനർ സിംറ്റംസ് ഉണ്ടാവും. ഇനി ഇത് കൂടാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ തലവേദന വന്ന് എന്ത് ചെയ്തിട്ടും ഇപ്പോൾ നമ്മൾ ഗുളിക കഴിച്ചിട്ട് അത് വിട്ടുമാറാണ്ടാവുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് ഓക്കാനം വരും ഛർദ്ദിക്കുമ്പോൾ. അപ്പോൾ ഈ ഓക്കാനം കൂടാണ്ട് തന്നെ പെട്ടെന്നുള്ള ഛർദി വരിക. പിന്നെ ഈ തലവേദനയോടൊപ്പം വേറെ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുക. അപ്പോൾ പ്രോബ്ലം എന്താണെങ്കിൽ നമ്മളിപ്പോൾ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്തിനെ ബാധിക്കുന്നു അതനുസരിച്ചിട്ട് നമ്മുടെ സിംറ്റംസ് വ്യത്യസ്തമായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഒരു പക്ഷാഘാതം വന്നാലും അല്ലെങ്കിൽ തലയുടെ ഉള്ളിൽ ബ്ലീഡിങ് വന്നാലും അത് നമുക്ക് തലവേദനയായിരിക്കാം. ട്യൂമർ വന്നാലും തലവേദനയായിട്ട് പ്രസന്റ് ചെയ്യും. അപ്പോൾ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്ത് വന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും സിംറ്റം പ്രസന്റ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കൈക്കാലിലേക്ക് തളർച്ച വരിക, അല്ലെങ്കിൽ തരിപ്പ് വരിക, ഇങ്ങനത്തെ സിംറ്റംസ് ഹെഡേക്കുമായിട്ട് അനുബന്ധിച്ച് വരുമ്പോൾ തീർച്ചയായും നമ്മൾ വേറെ എന്തെങ്കിലും കാരണം അതിന് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്തായാലും അന്വേഷിക്കേണ്ടി വരും. ഇപ്പം ഡോക്ടർ, എല്ലാവരും ഈ തലയ്ക്ക് പിന്നിലുള്ള വേദനയാണ് അധികം ക്യാൻസർ ആയിട്ട് പറയുന്നത്. ഈ തലയുടെ പല ഭാഗങ്ങളിലുള്ള വേദനകൾ പല അസുഖങ്ങളാണോ? തലയുടെ പല ഭാഗങ്ങളിലുള്ള വേദന ചിലത് ആക്ച്വലി പല അസുഖങ്ങളായിട്ട് വരാം. മാഡം പറഞ്ഞ പോലെ എന്ത് കാരണം കൊണ്ടാണ് തലവേദന വരണതെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മൈഗ്രെയിൻ ആണെങ്കിൽ സാധാരണ രീതിയിൽ തലയുടെ ഒരു ഭാഗത്തായിട്ടാവും വേദന വരിക. പിന്നെ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുമ്പോഴോ ചിലപ്പോൾ AC കൊള്ളുമ്പോഴോ ലൈറ്റ് കാണുമ്പോഴോ സൗണ്ട് കേൾക്കുമ്പോഴോ ആവും വരുന്നുണ്ടാവുക. അതേപോലെ ചിലപ്പോൾ കണ്ണിൻ്റെ പിന്നിൽ മാത്രമായിട്ട് വേദന വരാം, അല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിൽ വേദന തുടങ്ങിയിട്ട് ഒരു പൊട്ടിത്തെറിക്കൽ പോയിട്ട് തലയുടെ ഉള്ളിൽ ആയിട്ട് വേദന സ്പ്രെഡ് ചെയ്യാൻ പറ്റും. തലയുടെ ബാക്ക് സൈഡിലായിട്ട് വേദന വരാം. ചിലപ്പോൾ ആൾക്കാർക്ക് കിടക്കുമ്പോഴും എണീക്കുമ്പോഴും തലവേദന ഉണ്ടാവുക. അപ്പോൾ എന്ത് തരം തലവേദനയാണെന്ന് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാലാണ് നമുക്ക് എന്തുകൊണ്ടാണ് തലവേദന വരുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. എന്നുവെച്ചാൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു അസുഖമാണ്, പക്ഷെ തലവേദന എന്ന് പറയുമ്പോൾ ഒരു ലക്ഷണമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തലവേദന വരുന്നതെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഏത് ഭാഗത്താ, പിന്നിലാണോ ഫ്രണ്ടിലാണോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. പക്ഷെ തലവേദന പലപ്പോഴും ആൾക്കാർ അത്ര ഗൗരവമായി കാണാറില്ല. തലവേദന വരുമ്പോൾ എന്തെങ്കിലും പാരസെറ്റമോൾ കഴിക്കുക, അങ്ങനെ ഡോക്ടറെ അധിക പേരും കാണാൻ പോകാറില്ല. അത് ഭീകരമാവുമ്പോഴാണ് കാണാനായിട്ട് പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഭീകരമായി കഴിഞ്ഞപ്പോഴാണ് പോയത്. പിന്നെ ട്യൂമർ ആയിരുന്നു എന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. മരണപ്പെട്ടു. അപ്പോൾ അതെങ്ങനെയാണ് ഡോക്ടറെ നമുക്ക് മനസ്സിലാവുന്നത്? അത് തലവേദന അത്യാസന്നമായിട്ട് ഉള്ള സമയത്തല്ല ഡോക്ടറെ കാണേണ്ടത്. നമ്മൾ ഒരു മരുന്നൊക്കെ കഴിച്ചു നോക്കി ശരിയാവണില്ലെങ്കിൽ ആരെങ്കിലും കാണിക്കണം. കാണിച്ചിട്ട് അത് തലവേദന മൈഗ്രെയിൻ തരത്തിലുള്ളതാണോ, അതോ പ്രഷർ കൂടിയിട്ടുള്ള തലവേദനയാണോ, അങ്ങനെ പല തരത്തിലുണ്ടല്ലോ. അപ്പോൾ ഒരു കുറച്ചൊക്കെ നോക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ വല്ലാതെ കൂടുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ഡോക്ടർമാരെ കാണിച്ച് അസുഖം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനുള്ള ചികിത്സ ചെയ്യണം. അത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദന നമ്മൾ അത്ര കാര്യമാക്കേണ്ടതുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മാറി ഒരു വിട്ട് ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാസത്തിലേക്ക് ഒരു വട്ടം വരുന്നത് ചിലപ്പോൾ ഉണ്ട്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിനിലാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. പ്രോബ്ലം എന്താ വെച്ചാൽ ചിലർക്കത് ക്രോണിക് ആയിരിക്കും. അപ്പോൾ ചിലർക്കത് ആഴ്ചയിൽ വരുന്നവരുണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ മെൻസസ് വരുന്ന സമയത്ത് തലവേദന കൂടുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചിലർക്ക് മാസത്തിലൊരിക്കലൊക്കെ വരികയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ പിന്നെ നമ്മൾ മൈഗ്രെയിൻ പ്രത്യേകിച്ചും കറക്റ്റായിട്ട് ആ മൈഗ്രെയിൻ തടയാനുള്ള മരുന്നുകൾ എടുത്താൽ മാത്രമേ അവർക്ക് കൺട്രോൾ കിട്ടുള്ളൂ. പിന്നെ ഇതുമാതിരി ഞാൻ നേരത്തെ പറഞ്ഞ മൈഗ്രെയിൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണ ചില ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ യാത്ര അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി നിർത്താൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും.
അപ്പോൾ അതിൽ കൺട്രോൾ വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരും. പിന്നെ നേരത്തെ ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, പ്രത്യേകിച്ച് ഈ തലവേദന വരുമ്പോൾ പനി അതിൻ്റെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളിൽ പോകണമെങ്കിലും നമ്മളിപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും മറ്റേ അമീബിക് ജ്വരം, മെനിഞ്ചൈറ്റിസ് അങ്ങനെ. അപ്പം ഈ മെനിഞ്ചൈറ്റിസും തലച്ചോറിനെ ബാധിക്കണ പനികൾക്കും ഈ തലവേദന ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ്. അപ്പോൾ പനി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടി വരും. എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മൈഗ്രെയിൻ ഒക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഈ ദേഷ്യമൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ദേഷ്യം വരാ, സൗണ്ട് കേൾക്കുന്നവരോട് ദേഷ്യം വരാം, അങ്ങനെ അപ്പോൾ അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കുമോ? ഐ തിങ്ക് അത് സിവിയർ പെയിൻ കൊണ്ടാണ് അവർ ഇത്രയും ദേഷ്യപ്പെടുന്നത്. സാധാരണ ഹെഡേക്ക് വരുമ്പോൾ നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഛർദി വന്നുകൊണ്ടിരിക്കുക ഹെഡേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറുക, അല്ലെങ്കിൽ ബോധം കെട്ട് പോവുക, അല്ലെങ്കിൽ തലവേദനയുടെ കൂടെ ഫിറ്റ്സ് വരിക, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോവുക, അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ പോവുക, അല്ലെങ്കിൽ പനി ഭയങ്കര സിവിയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിച്ചും പേയും പറഞ്ഞു തുടങ്ങുക. ഇതൊക്കെ തലവേദനയുടെ കൂടെ വരുന്ന റെഡ് ഫ്ലാഗ് സൈൻസ് ആണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രയും നേരത്തെ ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കണ്ടു പോകണം. അറ്റ്ലീസ്റ്റ് നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ള ആ രീതിയിൽ തന്നെ തയ്യാറായി പോകണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അസുഖത്തിൻ്റെ അടുത്ത് എത്തില്ല, അത് ഡിലേ ഡൗൺ ട്രീറ്റ്മെൻറ്റ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ റെഡ് ഫ്ലാഗ് സൈൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. സാർ, അപ്പോൾ ഈ മൈഗ്രെയിൻ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ടാബ്ലറ്റ്സ് ഇല്ലാതെ നമുക്ക് മാറ്റാൻ പറ്റുമോ മൈഗ്രെയിൻ? മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തരത്തിലുള്ളതാണ് ട്രീറ്റ്മെൻറ്റ്. ഒന്ന് വരുമ്പോൾ മാറ്റാനായിട്ടുള്ള ചികിത്സയും വരാതിരിക്കാനായിട്ടുള്ള ചികിത്സയും. ഇത് രണ്ടും നമ്മൾ ചെയ്യണം. അതായത് ഇപ്പോൾ ഉള്ള അസുഖം എങ്ങനെയെങ്കിലും മാറ്റാനായിട്ട് അതിന് മരുന്നുണ്ട്. അതുകൂടാതെ ഈ മൈഗ്രെയിൻ ചികിത്സ മൈഗ്രെയിൻ ആണെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ഇത് വരാതിരിക്കാനായിട്ടുള്ള പലതരം മരുന്നുകളുണ്ട്. അത് ഓരോ ആളുകൾക്കും സൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള മരുന്ന് കണ്ടുപിടിച്ച് അത് കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ മൈഗ്രെയിൻ വരുന്നത് തടയാൻ പറ്റും. 100% വരുത്താണ്ടിരിക്കാൻ പറ്റില്ല. മിക്കവാറും ഈ മൈഗ്രെയിൻ വരുന്നത് ആളുടെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ളത് ആയിരിക്കാം, അമ്മ വഴിയോ ഫാദർ വഴിയോ വന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ 100% നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു അളവിന് കുറച്ച് വർഷങ്ങൾ പോലും വരുന്നത് തടയാൻ പറ്റും. അത് രണ്ടും നമ്മൾ ചെയ്യണം. അതിൻ്റെ ഒരു തീവ്രത കുറക്കാനായിട്ട് പറ്റും. വരാതിരിക്കും, തീവ്രത കുറയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ശക്തിക്കുറവ്, നമുക്ക് ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നുക, മരവിപ്പും തരിപ്പൊക്കെ അനുഭവപ്പെടുക, ഇതൊക്കെ ശരിക്കും സ്ട്രോക്ക് ആണോ? ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ബ്രെയിനിന്റെ ഒരു ഭാഗം കേടാവുമ്പോഴാണ് സാധാരണ നമുക്ക് സിംറ്റംസ് വരിക. അപ്പോൾ അത് ചിലപ്പോൾ തരിപ്പായിട്ട് അനുഭവപ്പെടും. പിന്നെ ചിലപ്പോൾ നമുക്കത് ബലക്കുറവ്, അതായത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കൈ പൊക്കാൻ പറ്റാണ്ടാവുക, അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിംറ്റംസുമായിട്ട് അത് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ഇത് തലച്ചോറിന്റെ പ്രശ്നം കൊണ്ടും വരാം. കൂടാതെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാഡീ പ്രശ്നം കൊണ്ടും ഈ തളർച്ചയും തരിപ്പും അനുഭവപ്പെടാം. അപ്പോൾ നമ്മൾ ആക്ച്വലി കൂടുതൽ ഗൗരവം വരുന്നത് പലപ്പോഴും നമ്മുടെ സ്ട്രോക്ക് ആയിരിക്കും. പിന്നെ കോമൺ ആയിട്ട് കാണുന്നതും പക്ഷാഘാതമാണ്. ഇപ്പോൾ നമ്മൾ ജനറൽ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ സ്ട്രോക്ക് ആവുമ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തോട്ടം പെട്ടെന്ന് തടസ്സപ്പെടുമ്പോഴാണ് ഈ ഇഷ്കീമിക് സ്ട്രോക്ക് വരുന്നത്. പിന്നെ ഇതിന്റെ തന്നെ വകഭേദമാണ്. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് BP കൂടി സ്ട്രോക്ക് വന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് സാധാരണ എന്താ ഉണ്ടാവുക വെച്ചാൽ BP കൂടി നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുമ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് രക്തസ്രാവം വന്ന് സ്ട്രോക്ക് വരുമ്പോഴാണ് നമ്മൾ ഹെമറേജിക് സ്ട്രോക്ക് അല്ലെങ്കിൽ രക്തസ്രാവം കൊണ്ടുള്ള സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 കാരണം കൊണ്ടും നമുക്ക് ഈ സിംറ്റം വരാം. അപ്പോൾ ഇത് ഈ തളർച്ചയും തരിപ്പിനും പുറമെ നേരത്തെ പറഞ്ഞ പോലെ തലവേദന അനുഭവപ്പെടാം. പിന്നെ ഇതുപോലെ സംസാരിക്കാനുള്ള ശേഷി കുറവ്. അപ്പോൾ നമ്മൾ വർത്താനം പറയുമ്പോൾ കുഴഞ്ഞു പോകുന്നു, വാക്കുകൾ തിരിച്ചറിയാണ്ടാവുന്നു. പിന്നെ ഇതുമാതിരി ചിലപ്പോൾ ഭാഷ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ മറുപടി വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുക. പിന്നെ ഇതുമാതിരി തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുക. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നോർമലായിരിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി, പിച്ചും പേയും പറഞ്ഞു തുടങ്ങി. ഇപ്പം അങ്ങനത്തെ സിംറ്റം ആവാം. ചിലപ്പോൾ കാഴ്ചയിലുള്ള വ്യത്യാസമായിരിക്കാം. കാഴ്ച ഒരു വശം മങ്ങി പോവുക, അല്ലെങ്കിൽ ഡബിൾ വിഷൻ എന്ന് പറയും, നമ്മൾ ദൂരത്തേക്ക് നോക്കുമ്പോൾ രണ്ടായിട്ട് കാണുക. അപ്പം ഇങ്ങനത്തെ സിംറ്റംസ് കൊണ്ട് പക്ഷാഘാതം പ്രത്യക്ഷപ്പെടാം. അപ്പോൾ നമ്മൾ ഈ എല്ലാ സിംറ്റംസും ഈ സ്ട്രോക്കിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സ്ട്രോക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് ഡീൽ ചെയ്താലാണ് നമുക്ക് ആ ബ്രെയിനിന് വരുന്ന കേട് നമുക്ക് എത്രയും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സിംറ്റം കണ്ടാൽ നമുക്ക്, അതായത് നോർമലിൽ നിന്ന് വിട്ടിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുന്നത് ഇപ്പോഴും നല്ലതായിരിക്കും. നോർമലായിട്ടുള്ള ആരോഗ്യത്തിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ
ഈ കാഴ്ചമങ്ങ് അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടുന്ന പോലെ നമുക്ക് തോന്നുക അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് തിരിച്ചറിയാൻ പറ്റുന്ന ഈ ലക്ഷണങ്ങളൊക്കെ കൊണ്ടാണോ? എങ്ങനെയാണ്? അതിനൊരു കോഡുണ്ട്. നമ്മൾ ബി ഫാസ്റ്റ് എന്നാണ് ഉപയോഗിക്കുക. സോ ബി ബാലൻസിന് തെറ്റ് വരിക. ഇ ഐസൈറ്റ്, അപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുക അല്ലെങ്കിൽ ഡബിൾ ആയിട്ട് കാണുക. എഫ് ഫേസ്, അപ്പോൾ മുഖം ഒരു ഭാഗത്ത് കൂടിപ്പോവുക അല്ലെങ്കിൽ സംസാരം കുഴഞ്ഞു തുടങ്ങുക. എ ഫോർ ആം, ആം എന്ന് പറഞ്ഞാൽ കൈ തളർന്നു പോവുക. എസ് ഫോർ സ്പീച്ച് അഗൻ. പിന്നെ ടി ടൈം, ടൈം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്ന് മാത്രമല്ല ഈ ലക്ഷണങ്ങളെല്ലാം ഒരു പെട്ടെന്ന് വന്നു എന്നുള്ള ഒരു അവസ്ഥയിലാവുമ്പോഴാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് ആലോചിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ബി ഫാസ്റ്റ് എന്നാണ് നമ്മൾ ഓർത്തു വെക്കാൻ എളുപ്പം, പിന്നെ ആൾക്കാർക്ക് ഓർത്തു വെക്കാനുള്ള എളുപ്പം. അങ്ങനെ ലക്ഷണങ്ങൾ വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തണം. കാരണം 4.5 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാലാണ് നമ്മൾക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഔട്ട്കം ഏറ്റവും നല്ലതാവുക. എന്ന് വെച്ചാൽ 4.5 മണിക്കൂർ എന്ന് നമ്മൾ പറയുന്നത് ഗോൾഡൻ അവർ എന്നാണ്. അപ്പോൾ ഗോൾഡൻ അവറിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ എപ്പോഴും പേഷ്യന്റെ റിക്കവറി ഭേദമാവും. അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക ശരിക്കും? അത്രയും നമ്മൾ 4 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല ഒരു സ്ട്രോക്ക് വന്ന ആളെ. അപ്പോൾ അവർക്ക് ഒരിക്കലും നോർമൽ ലൈഫിലേക്ക് പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ലേ? ഈ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ രക്തം ബ്രെയിനിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നതിന് കുറവ് വരുമ്പോഴാണ്. ഒരു 2-3 മിനിറ്റ് രക്തം കട്ടായി പോയാൽ, രക്തം വരാണ്ടായി പോയാൽ ബ്രെയിൻ സെൽസ് കേടുവരും. ഈ കേട് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ പിന്നെ നന്നാക്കുന്നുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഇത് 4.5 മണിക്കൂറല്ല, 10 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ടോ ആശുപത്രിയിൽ എത്താന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. 4.5 മണിക്കൂറിലേക്ക് എത്താൻ പാടില്ല. അതിന് മുമ്പ് തന്നെ എത്തണം. എത്രയും വേഗം എത്തണം. എത്തിയില്ലെങ്കിൽ അത്രയും ഭാഗമുള്ള സെല്ലുകൾ കേടായിപ്പോയി. പിന്നെ ബാക്കിയുള്ളതേ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയും വേഗം എത്താന്നുള്ളത് അതിലത്തെ കാര്യം. അതുപോലെ തന്നെ മാം, ഈ പ്രായമായവരിലാണ് കൂടുതലായിട്ടും പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നത്. അതെന്തുകൊണ്ടാണ്? ചെറുപ്പക്കാരിൽ സ്ട്രോക്ക് വളരെ കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രായമുണ്ടോ സ്ട്രോക്ക് വരുന്നതിൽ? ജനറലി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിലെ പോപ്പുലേഷൻ നോക്കുക വെച്ചാൽ ഇപ്പോൾ മെജോറിറ്റി ഒരു ഏജ്ഡ് പോപ്പുലേഷൻ ആണ്. അധികം പേരും പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി, അതായത് ആരോഗ്യത്തിന്റെ ആ ഒരു സിസ്റ്റം പൊതുവെ വളരെ ബെറ്റർ ആണ് ബാക്കി ഏരിയകൾ വെച്ചാൽ. അപ്പോൾ ഡിറ്റക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും, എസ്പെഷ്യലി എൽഡർലിയിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന അവസ്ഥ വാർദ്ധക്യത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ BP ഉള്ളവരായിരിക്കും, പിന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ളവരായിരിക്കും, ഷുഗർ ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ സാധാരണയായിട്ട് നമ്മൾ കുറച്ചുകൂടിയും പ്രായമായിട്ടുള്ള ജനങ്ങളിലായിരിക്കും കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ പ്രത്യേകിച്ച് എൽഡർലിയിൽ കാണും. പക്ഷേ യങ് സ്ട്രോക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ നമ്മൾ ആ യങ്ങർ പോപ്പുലേഷൻ ഇപ്പോൾ ഒരു 40-ലും 60-ലും ഇടയിൽ ഇപ്പോൾ ഇത് വരുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി നോക്കുകയാണെങ്കിൽ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കുറേ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ നേരത്തെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നെ ഇതുമാതിരി നമ്മൾ നേരത്തെ പറഞ്ഞ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മളിപ്പോൾ എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥ, അപ്പോൾ അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ യങ്ങർ പോപ്പുലേഷനിൽ കാണും. പിന്നെ വളരെ യങ്ങർ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ വേറെ കാരണം കൊണ്ട് ഇത് വരാം. അപ്പോൾ ചിലർക്ക് ഈ ഹാർട്ടിൻ്റെ അസുഖങ്ങളുണ്ടാവും, ഹാർട്ടിൻ്റെ വാൽവ് അങ്ങനത്തെ അസുഖങ്ങളുള്ളവർ. പിന്നെ ഇതുമാതിരി നമ്മൾ ചില വാദങ്ങൾ, അപ്പോൾ അത് നമ്മുടെ രക്തക്കുഴലിൽ നീർക്കെട്ട് വരുത്തും. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങളിൽ ചെറുപ്പക്കാരിലും പക്ഷാഘാതം വരാം. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ശൈലി കാരണമായിരിക്കും പ്രത്യേകിച്ചും ഈ വാർദ്ധക്യത്തിൽ കൂടുതൽ അത് നമ്മൾ കാണാൻ സാധ്യത കണ്ടുവരുന്നത്. അപ്പോൾ ഈ തണുപ്പിൽ കുറേ നേരം ഇരുന്നാലൊക്കെ നമുക്കൊരു മരവിപ്പ് വരുമല്ലോ. അത് ചിലപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞാൽ അതൊരു സന്ധിവാതത്തിലേക്കൊക്കെ പോകുന്നു പറയും. അതൊക്കെ പക്ഷാഘാതമായിട്ട് മാറുമോ? ഈ തണുപ്പിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കൈകാലുകളിൽ മരവിപ്പൊക്കെ? സാധാരണ രീതിയിലില്ല, പക്ഷാഘാതമായിട്ട് മാറില്ല. അത് വേറൊരു അസുഖമായിട്ടാണ്. നരമ്പിന്റെ അസുഖം, തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്ന അസുഖം ആവാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ എൽഡർലി, ഈ ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ എപ്പോഴും നമ്മൾ കെയർഫുൾ ആവണം. ചിലപ്പോൾ അവരിങ്ങനെയാ പറയണുണ്ടാവുക ലക്ഷണങ്ങൾ, പക്ഷെ യഥാർത്ഥമായിട്ട് അവർക്ക് തലച്ചോറിൽ രക്തോട്ടം കുറയുമ്പോഴാവും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വരിക. സാധാരണ രീതിയിൽ പക്ഷെ അങ്ങനെയായിട്ട് ഇങ്ങനെയുള്ള തണുപ്പൊക്കെ നമ്മുടെ ഈ ഞരമ്പൊക്കെ വേദന എടുക്കുന്നത്, അല്ലെങ്കിൽ തണുപ്പത്ത് കുറേ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവർക്ക് വേദനയൊക്കെ അനുഭവപ്പെടും. അത് ഈ ഞരമ്പിന്റെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറുമോ? പിന്നെ ഞരമ്പിന്റെ രോഗം? ഇല്ല, സാധാരണ രീതിയിലില്ല. പക്ഷെ മെഡിസിൻ ഇസ് എ സയൻസ് ഓഫ് എക്സെപ്ഷൻസ്. സോ എനിക്ക് 100% ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സാധാരണ രീതിയിൽ അങ്ങനെ കാണാറില്ല. ഈ BP ഒക്കെ എത്ര കൂടിയാലാണ് സാർ ഈ ഒരു പക്ഷാഘാതത്തിലേക്കൊക്കെ വരുന്നത്? BP അധികം ഉള്ളവർക്ക് പക്ഷാഘാതം വരും. അത് BP അധികം ഉണ്ടാകുമ്പോൾ ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കേടുവരും. വ്രണങ്ങൾ പോലെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ വരും. അത് പൊട്ടിക്കഴിഞ്ഞാൽ രക്തക്കുഴൽ അടയാം. അതുകൂടാതെ
രക്തക്കുഴലിൽ BP അധികമാകുമ്പോൾ രക്തക്കുഴൽ പൊട്ടാം. അപ്പോൾ ഇസ്കീമിക് സ്ട്രോക്കും വരാം, ബ്ലീഡിംഗ് ആയിട്ടുള്ള സ്ട്രോക്കും വരാം. ഇത് രണ്ടും പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വരാം. അപ്പം അതുകൊണ്ട് പ്രഷർ എന്ന് പറയുന്നത് പക്ഷാഘാതമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു കാര്യമാണ്. പ്രഷർ പോലെ തന്നെ വേറെ എന്താണ് ഗുരുതരമായിട്ട് പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്നത്? പിന്നെ ഈ കൊളസ്ട്രോളാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വെച്ചാൽ നമ്മൾ ഈ കൊഴുപ്പ് അധികം കഴിക്കുമ്പോൾ നമ്മൾ പ്ലാക്ക് എന്ന് പറയും. അതായത് നമ്മുടെ രക്തക്കുഴലിൽ ഈ കൊളസ്ട്രോൾ പോയി അടിയും. അപ്പോൾ അത് ആ രക്തക്കുഴലിൽ ചുരുക്കും. അപ്പോൾ ആ സമയത്തായിരിക്കും പിന്നെ ഈ പക്ഷാഘാതം ഉണ്ടാവുക. പിന്നെയുള്ളത് നമ്മൾ ഈ സ്മോക്കിംഗ്. അപ്പോൾ ഇതുപോലെ തന്നെ രക്തക്കുഴലിൽ അടയാനുള്ള വഴികളാണ് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പം നിക്കോട്ടിൻ വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും രക്തക്കുഴലിൽ അത് ഡെപ്പോസിറ്റ് ആയി അതിൻ്റെ കൂട്ടത്തിൽ ഈ കൊളസ്ട്രോളും കൂടി ഡെപ്പോസിറ്റ് ആവുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരാം. പിന്നെ ഈ ഷുഗറും ഇതേപോലെ തന്നെ. അപ്പോൾ ഷുഗർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ രക്തക്കുഴലിൽ കുറച്ച് പിന്നെ സാധാരണ നമ്മൾ സ്മോളർ ബ്ലഡ് വെസൽസ് എന്ന് പറയും. സ്മോളർ രക്തക്കുഴലിലായിരിക്കും അടവ് കൂടുതൽ കാണാം. അപ്പോൾ ഇങ്ങനത്തെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പണ്ട് കാലത്ത് കേരളത്തിലായാലും പുറമെ നാട്ടിലുള്ള ആയാലും ഭൂതപ്രേത ബാധകൾ കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമെന്നാണ് പണ്ട് വിചാരിച്ചിരുന്നത്. അപസ്മാരം വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് താക്കോല് ആണി കൈ പിടിക്കാൻ. അത് വളരെ തെറ്റിദ്ധാരണയുള്ളൊരു കാര്യമാണ്. അപസ്മാരമുള്ള സ്ത്രീകളിൽ വളരെ റെഗുലറായിട്ട് ആ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം പ്രഗ്നൻസി ടൈമിന്. പക്ഷെ ചില മെഡിസിൻസ് കഴിക്കാൻ പാടില്ല. മറവി രോഗം ശരിക്കും പാരമ്പര്യമായിട്ട് കിട്ടും. ഇപ്പം അച്ഛനും അമ്മക്കൊക്കെ മറവി രോഗം ഉണ്ടെങ്കിൽ അങ്ങനെ കുട്ടികളിലേക്ക് കിട്ടുമോ? നമ്മൾ എത്രയും പെട്ടെന്ന് സ്ട്രോക്കിന് ട്രീറ്റ്മെൻറ്റ് എടുത്താലാണ് നമുക്ക് അത്രയും പെട്ടെന്ന് ആ രോഗിനെ ഭേദമാക്കാൻ സാധിക്കുകയുള്ളൂ. മരുന്ന് നിർത്തുന്നത് ഡോക്ടർ പറഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ എൻ്റെ അമ്മായി പറഞ്ഞു അല്ലെങ്കിൽ അമ്മാവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല ഒരിക്കലും. Department of Neurology, Amala Institute of Medical Sciences, Thrissur.